ഇപ്പോൾ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കൺസേൺ ആണല്ലോ. അപ്പൊ നമ്മളുടെ യോഗയിൽ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള യോഗാസനാസ് ഉണ്ടോ? പിന്നെ നമുക്ക് പറഞ്ഞുതരാലോ. നമുക്ക് ആദ്യം തന്നെ നമുക്ക് പ്ലാങ്ക് പോസ്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്ലാങ്ക് ദണ്ഡാസന ഉണ്ടല്ലോ, നമ്മുടെ സൂര്യനമസ്കാരത്തിലെ 4ാമത്തെ പൊസിഷൻ, അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശ്രീലക്ഷ്മി അത് ചെയ്തു നോക്കുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. അതായത് നമ്മുടെ വയറിന് പെട്ടെന്നൊരു ഇത് വരും. അപ്പൊ പ്ലാങ്ക് പൊസിഷൻ നമ്മളിപ്പോൾ ജിമ്മിലും എല്ലാവരും ചെയ്യുന്നതാണ്. ആ പൊസിഷൻ ചെയ്യുന്ന ആ ഒരു ഇതിനകത്ത് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ ഒരു കോർ എൻഗേജ് ആവുന്നു. കുറച്ചും കൂടി ബെല്ലി ഫാറ്റ് കുറയാനായിട്ട് അത് നല്ലതാണ്. അതിന്റെ ഒരു വേരിയേഷനാണ് എൽബോ പ്ലാങ്ക്. അപ്പൊ ആദ്യം നമുക്ക് ദണ്ഡാസനയിൽ തന്നെ തുടങ്ങും. അപ്പൊ ചെയ്തു. അപ്പൊ നമ്മൾ ഫോർലെഗ് പൊസിഷനിലേക്ക് വന്നിട്ട് നമ്മൾ ദണ്ഡാസനത്തിലേക്ക് കാലുകൾ 1 by 1 ആയിട്ട് സ്ട്രെച്ച് ചെയ്യാം. അതിനുശേഷം അവിടുന്ന് 1 2 3 4 5 6 7 8 9 10 ഇതുപോലെ ബ്രെത്ത് ചെയ്തിട്ട് പുട്ട് യുവർ നീസ് ഡൗൺ. അതിനുശേഷം നമ്മൾ എൽബോ ഡൗൺ ചെയ്തിട്ട് എൽബോ പ്ലാങ്കിലേക്ക് സെക്കൻഡ് സെറ്റ് ചെയ്യാം. നമ്മൾ കൈ മുഷ്ടിയിൽ തന്നെ പിടിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബലം കിട്ടും. അതുപോലെ തന്നെ കാലുകൾ നേരത്തെ പോലെ തന്നെ പ്ലാങ്കിലേക്ക് നിൽക്കും. അപ്പോൾ വീണ്ടും നമ്മുടെ കോർ എൻഗേജ് ആവുന്ന ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 1 2 3 4 5 6 7 8 9 and 10. അത് കഴിഞ്ഞിട്ട് പതുക്കെ റിലീസ് ചെയ്തിട്ട് നമ്മൾ താഴെ ഇതുപോലെ റിലാക്സ് ചെയ്ത് ഒന്ന് കിടക്കുക. ഇങ്ങനെ കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ദണ്ഡാസന, പ്ലാങ്ക്, സ്ട്രെയിറ്റ് ഹാൻഡ്സും എൽബോ ആയിട്ടും നമ്മളിങ്ങനെ മാറ്റി മാറ്റി നിങ്ങളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച്. ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് രണ്ടും ഒരു 10 സെക്കൻഡ്സാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് 2 സെറ്റ് ഇതിൻ്റെ ചെയ്യാൻ പറ്റും. അപ്പോൾ 10 സെക്കൻഡ്സ് തന്നെ ഹോൾഡ് ചെയ്ത് നിങ്ങൾ നമ്പേഴ്സ് ആദ്യം കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്ന കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ ബാക്ക് സ്ട്രെങ്തൻ ആയില്ലെങ്കിൽ ബെല്ലിക്ക് ആ ഒരു തൂങ്ങൽ കൂടുതൽ വരും. അപ്പോൾ നമ്മുടെ ബാക്ക് സ്ട്രെങ്തൻ ആക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമ്മുടെ ഹാൻഡ്സ് അപ്പ് ലെഗ്സ് അപ്പ് എന്നുള്ള ആ ഒരു പൊസിഷൻ, അതായത് ബാലൻസിങ് ഓൺ യുവർ സ്റ്റൊമക്ക്, നമ്മൾ ബാലൻസിങ് പോസായ ബാക്ക് മസിൽസിനെ ഇംപ്രൂവ് ചെയ്യാൻ, സ്ട്രെങ്തൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു പൊസിഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലോക്കസ്റ്റ് പോസ് നമ്മൾ പറയും. ഇൻഹേൽ ആൻഡ് സ്ലോലി റേസ് യുവർ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് അപ്പ് ടുഗെദർ. നമ്മൾ 2 കൈയും കാലും ഒരുമിച്ച് പൊക്കുക. അതേപോലെ തന്നെ കൈയും കാലും റിലാക്സ് ചെയ്ത് തറയിൽ വെക്കുക. ഇൻഹേൽ ആൻഡ് റേസ് യുവർ 2 hands and legs up. എക്സേൽ ആൻഡ് പുട്ട് ഇറ്റ് ഓൾ ഡൗൺ. ഇതേപോലെ നമ്മളൊരു 10 പ്രാവശ്യം ഇൻഹേലും എക്സേലും ചെയ്ത് നമ്മുടെ ബാക്കിനെ മൊത്തത്തിലൊന്ന് സ്ട്രെങ്തൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ബെല്ലി ഫാറ്റിന്റെ റിഡക്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി പതുക്കെ ഇവിടുന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ സുപ്പൈൻ പൊസിഷനിലേക്ക് നമ്മൾക്ക് പതുക്കെ വരാം. പതുക്കെ കൈയുടെ സപ്പോർട്ടോടുകൂടി ഇനി നമ്മൾ മലന്ന് കിടന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നത് മലന്ന് കിടന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മലന്ന് 90 ഡിഗ്രിയിലേക്ക് നമുക്ക് കാല് വച്ചിട്ടുള്ള കുറച്ച് പൊസിഷൻസ് പഠിപ്പിക്കാം. എപ്പോഴും ഇതുപോലെ എൽബോ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ പെട്ടെന്ന് ഡം എന്ന് പറഞ്ഞ് നമ്മൾ കിടക്കാതെ, സ്പൈൻ ഇഞ്ചുറീസ് ഒന്നും വരുത്താതെ നമ്മൾ എപ്പോഴും എൽബോ സപ്പോർട്ടോടുകൂടി കിടക്കുക, എൽബോ സപ്പോർട്ടോടുകൂടി എണീക്കുക. ഇനി നമ്മുടെ 2 കാലുകളും നമ്മുടെ 90 ഡിഗ്രി പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഈ 90 ഡിഗ്രി പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ആൻ ആപ്സ് വർക്കൗട്ട് തന്നെയാണ്. കാരണം നമ്മൾ പതുക്കെ ഈ 90 ഡിഗ്രിയിൽ നിന്ന് പതുക്കെ താഴത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ വയർ അതേപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സ്ലോലി വെൻ യു റേസ് ഇറ്റ് അപ്പ്, നമ്മളുടെ ആപ്സിന്റെ സഹായത്തോടെ, ആ മസിൽസിന് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇത് റേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ടോസ് ഇൻസൈഡ്, നമ്മൾ ടോസ് ഉള്ളിലേക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള സ്ട്രെച്ചും നമുക്ക് സെയിം ടൈം ഫീൽ ചെയ്യും. ഇനി ഇത് നമുക്ക് ബാക്ക് പെയിൻ ഉള്ളവരാണ് എന്ത് ചെയ്യണം, ഈ കൈ നമ്മുടെ ഈ ബാക്കിന്റെ ഇവിടേക്കായിട്ട് സപ്പോർട്ട് ചെയ്ത് ബാക്കിലേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം ഇതേപോലെ ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ്. ഇനി അവർക്കിത് മുഴുവൻ ചെയ്യാൻ പറ്റുന്നില്ല, 45 ഡിഗ്രിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഇതാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആപ്സ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കാലുകൾ ബെൻഡ് ചെയ്യുക, പതുക്കെ കൈകൾ റിലീസ് ചെയ്ത് പവനമുഖാസനത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഹഗ് ചെയ്ത് ഇങ്ങനെ റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്ത് കിടക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാനായിട്ട്, സ്പൈൻ മസിൽസിനെ ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ഇതുപോലെ
ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ബാക്കിലുള്ള ആ ടെൻഷൻസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവും. ഇനിയുള്ളത് അടുത്ത ഒരു സുപ്പൈൻ പൊസിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പവനമുക്താസന എന്ന് പറയുന്നത്. അത് നമ്മുടെ അപ്പർ ബെല്ലി ഫാറ്റിനെ ചോപ്പ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസിഡ് റിഫ്ലക്സിൻ്റെ ഒക്കെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ എക്സെയിൽ ആൻഡ് സ്ലോലി ടേക്ക് യുവർ ഹെഡ് അപ്പ്. അപ്പോൾ ആൾക്കിത് മുട്ടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും പറ്റണമെന്നില്ല. സ്ലോലി റിലീസ് ആൻഡ് പുട്ട് യുവർ ഹെഡ് ഡൗൺ ആൻഡ് ഇത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, എക്സെയിൽ ആൻഡ് കം അപ്പ് ആൻഡ് ഇൻഹെയിൽ ആൻഡ് ഗോ ബാക്ക്. ഇത് നമുക്കൊരു 5 തവണ ആദ്യ സമയങ്ങളിൽ ചെയ്യാം. പിന്നീട് ഇത് 10 തവണയായിട്ടുള്ള റിപ്പീറ്റേഷൻ ആക്കാം. അപ്പോൾ എക്സെയിൽ ആൻഡ് കം അപ്പ് 1 2 3 4 5 6 7 8 9 and 10. റിലീസ് ആൻഡ് റിലാക്സ്. അപ്പോൾ നമുക്ക് എല്ലാ കൈകളൊക്കെ റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്തത് നമ്മളുടെ ഒരു സ്പൈൻ മസിൽസിൻ്റെയും പ്ലാങ്കിൻ്റെ ആ ഒരു പൊസിഷൻ, നമ്മൾ ആ ഒരു 4 leg പൊസിഷനെയും നമ്മൾ പ്ലാങ്ക് പൊസിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതേപോലെ തന്നെ ബാക്ക് മസിൽസിൻ്റെ ചെയ്തു. അതുപോലെ ഇപ്പം നമ്മൾ ചെയ്തത് സ്റ്റൊമക് മസിൽസിൻ്റെയാണ്. സ്റ്റൊമക് മസിൽസ് തന്നെയായിട്ട് നമ്മൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു റെപ്പിറ്റീഷൻ നമ്മൾ നമ്പേഴ്സ് ഇമ്പ്രൂവ് ചെയ്ത്, പക്ഷേ ഡ്യൂറേഷൻ എപ്പോഴും ഒരു 10 സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഹോൾഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇത് മാത്രം മതി. ഇപ്പം ഇത്രയും ഇതായിട്ടുള്ള കുറേ നമ്പർ ഇങ്ങനെ കിടന്ന് ചെയ്ത് ഒലഞ്ഞ് നിങ്ങൾ അവശതയാവേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും എക്സസൈസും ചെയ്താൽ മാത്രം മതിയാവും. നല്ല രീതിയിലുള്ളൊരു ബെല്ലി ഫാറ്റ് ചോപ്പിംഗ് അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സസൈസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ സൂര്യ നമസ്കാരവും ഇതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയും ഇതിൻ്റെ കൂടെ തന്നെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇതിൻ്റെ വിവരം അറിയിക്കുക.